സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. 10 മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. രാജ്മ അതായത് കിഡ്നി ബീൻസ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. തികച്ചും പുതുമയുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. കിഡ്നി ബീൻസ് കൊണ്ട് മസാലക്കറിയാണ് നമ്മൾ പൊതുവെ തയ്യാറാക്കാറുള്ളത്. വ്യത്യസ്തമായ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ഹെൽത്തി ക്രിസ്പി റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫാസിയോലസ് വൾഗാരിസ് എന്നറിയപ്പെടുന്ന രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് ഫാബേസി കുടുംബത്തിൽപ്പെട്ടവയാണ്. ഇന്ത്യയിൽ ഇവ പ്രധാനമായും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് വളർത്തുന്നത്. ചുവന്ന രാജ്മയുടെ ഒരു ജനപ്രിയ ഗുണം അത് ദഹനത്തെ സഹായിക്കുന്നു എന്നതാണ്. കിഡ്നി ബീൻസ് കഴിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം ഹൃദയാരോഗ്യം മെച്ചപ്പെടും. പ്രോട്ടീൻ, നാരുകൾ, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് കിഡ്നി ബീൻസ്. കിഡ്നി ബീൻസിൻ്റെ മറ്റൊരു പ്രധാന ഗുണം ശരീരഭാരം കുറയ്ക്കലാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്. വിറ്റാമിൻ B1ൻ്റെ മികച്ച ഉറവിടമാണ് ഈ പയർ. ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇത് മാത്രമല്ല, കിഡ്നി ബീൻസ് കഴിക്കുന്നത് അൽഷിമേഴ്സ് രോഗത്തിൻ്റെയും ഡിമെൻഷ്യയുടെയും സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുമെന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പോഷകസമൃദ്ധമായ ഒരു പയർവർഗ്ഗമാണിത്. കൂടാതെ രാജ്മ ഭക്ഷണനാരുകളുടെ മികച്ച ഉറവിടമാണ്. ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിലൂടെയും രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. രാജ്മയുടെ മറ്റൊരു ആരോഗ്യ ഗുണം ക്യാൻസർ തടയാനുള്ള കഴിവാണ്. ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്തുന്നതിന് നിർണായകമായ കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് രാജ്മ. രാജ്മ വിത്തുകളുടെ മറ്റൊരു നിർണായക ഗുണം ഇവ ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. കൂടാതെ രാജ്മ ഇരുമ്പിൻ്റെ നല്ലൊരു ഉറവിടമാണ്. ഇത് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഗർഭകാലത്ത് വിളർച്ച തടയാൻ സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങളടങ്ങിയ രാജ്മ കൊണ്ട് നമുക്ക് നല്ലൊരു അട തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. 1 കപ്പ് രാജ്മ 8 മണിക്കൂർ കുതിർക്കാനിടുക. ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. നല്ലപോലെ കുതിർത്ത രാജ്മ ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 5 വിസിൽ വരെ വേവിക്കുക. നല്ലപോലെ വേവണം. വേവിച്ച രാജ്മ ലേശം വെള്ളത്തോടുകൂടി ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അരയ്ക്കുക. ചെറിയ മിക്സി ജാറിലാണെങ്കിൽ 2 പ്രാവശ്യമായി അരയ്ക്കാം. ഇനി വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ ആണ്. നമ്മുടെ ചെറിയ ഉള്ളി മുളച്ചതാണ് സ്പ്രിംഗ് ഒനിയൻ. സ്പ്രിംഗ് ഒനിയൻ 1 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 തുണ്ട് ഇഞ്ചി അരച്ചത് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് വേവിച്ച് അരച്ചു വെച്ച രാജ്മ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ചാട്ട് മസാല, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഇതിനുപയോഗിക്കാം. 1/2 മുറി നാരങ്ങ നീര്, കുരുവില്ലാതെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും ലേശം ലൂസായി കുഴയ്ക്കണം. അതിനനുസരിച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വാഴയിലയിൽ പരത്താം. 1 ഉരുള മാവെടുത്ത് കയ്യിൽ ലേശം വെള്ളം തൊട്ട് പരത്തുക. ലേശം കട്ടിയിൽ പരത്തുക. ഇനി ഇതിൽ കുറച്ച് ഓട്ടയിട്ട് കൊടുക്കാം. ഉള്ള് നല്ലപോലെ വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ഓട്ടയിട്ട് കൊടുക്കുന്നത്. ഇത് അടദോശ പോലെ ചുടാം, അല്ലെങ്കിൽ കട്ടിയിൽ കട്ട്ലറ്റ് പോലെ പരത്തിയും ചുടാം. ഇനി ഇത് സ്നാക്കായി ഉണ്ടാക്കണമെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തി എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അടദോശ ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയൊഴിച്ച് ഒരു വലിയ ഉരുള മാവെടുത്ത് ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയ അടദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയിലും ഇതുണ്ടാക്കാം. നെയ്യോ ബട്ടറോ ഇഷ്ടമുള്ളവർക്ക് അതിൽ ചുടാവുന്നതാണ്. ഇനി ഇത് അടച്ച് വേവിക്കുക. കുറച്ച് കട്ടിയിലായതുകൊണ്ട് വെന്ത് വരുവാൻ കുറച്ച് സമയമെടുക്കും.
ഇടയ്ക്കിടെ തുറന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നാലേ ഉള്ളു നല്ലപോലെ വേവുകയുള്ളൂ. എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടും എണ്ണയില്ലാതെയും ചുടാവുന്നതാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേവിക്കണം. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും വളരെ നല്ലതാണ്. ഇത് കഴിക്കാൻ സൈഡ് ഡിഷ് തന്നെ ആവശ്യമില്ല. ഇനി ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അടുത്തതായി നമ്മൾക്ക് ഇലയിൽ പരത്തിയ അട ചുട്ടെടുക്കാം. വാഴയിലയോടുകൂടി എണ്ണ തൂവിയ പാനിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഇല എടുത്ത് മാറ്റുക. വാഴയിലയുടെ ഫ്ലേവർ കൂടി അടക്കി കിട്ടും. ഇനി നമ്മൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അട ചുടുന്നത് പോലെ 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കുക. നല്ല ഹെൽത്തി റെസിപ്പികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ 2 രീതിയിൽ തയ്യാറാക്കിയ രാജ്മ കൊണ്ടുള്ള വിഭവം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ഹെൽത്തി ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ ഈ വിഭവം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.